നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും SU വിഷൻ അവതരിപ്പിക്കുന്ന അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇത് ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഒരു HDMI ഡോങ്കിൾ. എന്തിനാണ് നമ്മൾ HDMI ഡോങ്കിൾ ഉപയോഗിക്കുന്നത്? നമുക്ക് മുമ്പിട്ട ഒരു പ്രീവിയസ് വീഡിയോയിൽ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ മൊബൈൽ സ്ക്രീൻ TV-യിലേക്ക് എത്തിക്കാൻ മൊബൈൽ സ്ക്രീൻ എന്ത് വരുന്നുണ്ട്, അതായത് മൊബൈൽ സ്ക്രീനിൽ വീഡിയോ പ്ലേ ആകുകയാണെങ്കിൽ ആ വീഡിയോ, അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിൽ ഒരു പാട്ട് വെക്കുകയാണെങ്കിൽ ആ പാട്ട് അത് എന്താണ് നിങ്ങളുടെ മൊബൈലിൽ കാണുന്നത്, കേൾക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ TV സ്ക്രീനിൽ പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപകരണമാണ് ഈ ഡോങ്കിൾ എന്ന് പറയുന്നത്, HDMI ഡോങ്കിൾ. പക്ഷേ ഇതിൻ്റെ ഒരു കമ്പനി ബ്രാൻഡുടെ നെയിമാണ് AnyCast എന്ന ബ്രാൻഡ് നെയിമിലാണ് ഇത് വരുന്നത്. AnyCast. ഗൂഗിൾ ChromeCast എന്ന പരിപാടിയുണ്ട്. ChromeCastനെക്കാട്ടിയും കുറച്ചുകൂടി ബെറ്ററാണ് AnyCast. എന്താണെന്ന് വെച്ചാൽ ChromeCastൽ അവരുടെ പരിപാടികൾ, യൂട്യൂബ്, അതിലുള്ള സ്പെഷ്യൽ ആപ്ലിക്കേഷൻ മാത്രമാണ് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ AnyCastൽ നമ്മുടെ മൊബൈൽ സ്ക്രീൻ ഒന്നടങ്കം നമ്മുടെ TV-യിലേക്ക് പ്രദർശിപ്പിക്കാം. TV മാത്രമല്ല, ഏതിലൊക്കെ പ്രദർശിപ്പിക്കാം എന്നുള്ളത് ഞാൻ എൻ്റെ മുമ്പത്തെ പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ദയവായി കയറി കാണുക. ഏതൊക്കെ വസ്തുക്കളിൽ നമ്മുടെ മൊബൈൽ സ്ക്രീൻ പ്രദർശിപ്പിക്കാം, മൊബൈൽ സ്ക്രീനിലുള്ള ഓഡിയോ, വീഡിയോ, ദൃശ്യ ശകലങ്ങൾ ഏതെല്ലാം സ്ക്രീനിൽ നമുക്ക് പ്രദർശിപ്പിക്കാം എന്നുള്ള വീഡിയോ ഞാൻ മുമ്പിൽ ഇട്ടിട്ടുണ്ട്. അത് കയറി കാണുക. അതിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയും കാണുക. ഇത് ഞാൻ ശരിക്കും ആ ഒരു കാര്യം പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരികയാണ്, എങ്ങനെയാണ് നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ബോക്സ് അയച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം ഒരു HDMI ഡോങ്കിൾ, അല്ലെങ്കിൽ AnyCast എന്ന പേരിൽ ഒരു HDMI ഡോങ്കിൾ. അതിൻ്റെ കൂടെ ഒരു ഡാറ്റ കേബിളുണ്ട്. ആ ഡാറ്റ കേബിൾ ഒരു അഗ്രത്ത് വൈഫൈ ആൻറ്റിനയാണ് കാണുന്നത്, മറ്റേ അഗ്രം ഒരു USB പോർട്ടായിട്ടാണ് കാണുന്നത്. ഇത് നമ്മൾ ഇതേപോലെ AnyCastൻ്റെ ഒരു അഗ്രത്ത് കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റേ USB പോർട്ട് നമ്മൾ ഒരു 5 വോൾട്ട് 2 ആംപിയർ മാക്സിമം വരുന്ന ഒരു DC ചാർജറോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വസ്തുവിൽ DC 5 വോൾട്ട് 2 ആംപിയർ മാക്സിമം വരുന്ന ഒരു അഡാപ്റ്ററിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് AnyCast വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോൾട്ടേജ്, ആ ഒരു കറണ്ട് അതിനൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ അഗ്രം വൈഫൈ ആൻറ്റിനയാണ് നമ്മൾ ഉയർത്തി വെക്കുക. ഇത് കൂടാണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു മിനി അഡാപ്റ്ററും കൂടെ കാണിക്കുന്നുണ്ട്. എന്താണ് സാധനമെന്ന് മനസ്സിലായിട്ടില്ല, ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ HDMI ദൃശ്യങ്ങൾ AV-യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന HD വീഡിയോ കൺവേർട്ടർ എന്ന് പറയും. HDMI to AV കൺവേർട്ടറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. HDMIയിൽ നിന്ന് AV-യിലേക്ക് ഇതെന്തിന് ഞാൻ വാങ്ങിച്ചു എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത് എന്തിനാണ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധനം ഉണ്ടെങ്കിലാണ് നമ്മുടെ പഴയ TV-യിലെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച CRT മോണിറ്റർ തരത്തിലുള്ള TV, AV കോഡ് മാത്രം നമ്മൾ പിന്നെ ബേക്കിൽ കൊടുത്തിരുന്ന ഒരു TV ഉണ്ടല്ലോ, ആ ഒരു TV-യിലേക്ക് നമ്മുടെ മൊബൈലിലെ മൊബൈലിലെ ദൃശ്യങ്ങൾ കൺവേർട്ട് ചെയ്യിച്ച് അതിലേക്ക് എത്തിക്കാൻ വേണ്ടി, ആ TV-യിലേക്ക് എത്തിക്കാൻ വേണ്ടി, എന്നുള്ള ഒരു ദൃശ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺവേർട്ടറാണ് HDMI to AV കൺവേർട്ടർ. ഈ ഒരു കൺവേർട്ടർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, AnyCastലെ ദൃശ്യങ്ങൾ, AnyCast ഒപ്പിയെടുക്കുന്ന നമ്മുടെ മൊബൈൽ ദൃശ്യങ്ങൾ AnyCastൽ നിന്ന് HDMIയിലേക്ക് നിന്നും AV-യിലോട്ട് കൺവേർട്ട് ചെയ്യിച്ചിട്ടാണ് TV-യിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഈ ഒരു കൺവേർട്ടറും കൂടി നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമുണ്ട്. ഇതെങ്ങനെ വാങ്ങാം എന്നുള്ളതൊക്കെ ഇതിന് മുമ്പിലത്തെ വീഡിയോയിലുണ്ട്. നിങ്ങൾ ദയവായി എൻ്റെ വീഡിയോ ലിസ്റ്റ് ഒന്ന് കയറി കാണുക. അപ്പം ഇതെവിടെ കൊടുക്കണം? HDMI to AV-ൻ്റെ പോർട്ട്, ഒരു
ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു പോർട്ടിൽ നമ്മൾ AnyCast കൊടുക്കണം. ഈ മിനി കൺവേർട്ടറിൽ HDMI പോർട്ടുണ്ട്, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ AnyCast എന്ന ഡിവൈസ് കൊടുക്കുകയേ വേണ്ടുള്ളൂ. ഇനി ഈ മിനി HDMI to AV കൺവേർട്ടറിന് ഒരു 5 വോൾട്ട് എന്ത് വേണം, വൈദ്യുതി ആവശ്യമാണ്. അപ്പോൾ അതിന് കൊടുക്കേണ്ട ഒരു ഡാറ്റ കേബിളാണ് ആ കാണുന്നത്. ആ ഡാറ്റ കേബിൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു അഗ്രത്ത് മിനി കൺവേർട്ടറിൻ്റെ ഒരു അഗ്രത്ത് കൊടുക്കുക. അതിനുശേഷം ഡാറ്റ കേബിൾ 5 വോൾട്ടുള്ള ചാർജറിലോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ബോക്സിൻ്റെ ഏതെങ്കിലും 5 വോൾട്ടുള്ള ഒരു പോർട്ടിൽ USB പോർട്ടിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് മാത്രമേ വേണ്ടിയുള്ളൂ. മിനിയുടെ മറ്റേ ആ ഒരു HDMI to AV കൺവേർട്ടറിൻ്റെ മറുഅഗ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ TV-യിൽ നിന്നുള്ള AV കോഡ് കണക്ട് ചെയ്യേണ്ട ഭാഗമാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ TV-യിൽ നിന്നുള്ള AV കോഡിൻ്റെ പിന്നെ എന്ത് ചെയ്യുക, അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. ഫേസ്ബുക്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് മെസ്സേജായിട്ട് ലൈവ് പേഴ്സണലായിട്ട് ഞാൻ മെസ്സേജിന് മറുപടി നൽകുന്നതാണ്. ഇതെൻ്റെ കാറ്റലോഗാണ്. അതായത് ഈ ഒരു AnyCast എന്ന ഡിവൈസ്, ഈ AnyCast എന്ന ഡിവൈസ് നിങ്ങളുടെ TV, സ്മാർട്ട് TV അല്ലെങ്കിൽ HDMI പോർട്ടുള്ള TV ആണെങ്കിൽ, HDMI പോർട്ടുള്ള TV, LED, LCD TVകളൊക്കെ HDMI പോർട്ട് വരുന്ന അർത്ഥം TVകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ HDMI to AV കൺവേർട്ടറിൻ്റെ ആവശ്യമില്ല. അത് ഒഴിവാക്കി ഡയറക്റ്റ് നിങ്ങളുടെ TVൻ്റെ ബേക്കിലുള്ള HDMI പോർട്ടിൽ ഈ AnyCast കൊടുക്കാവുന്നതാണ്. ഈ AnyCastൻ്റെ കൂടെ കിട്ടിയ കാറ്റലോഗാണ് നിങ്ങൾ കാണുന്നത്. ആ ഒരു കാറ്റലോഗിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഈ ഒരു ഡിവൈസ് നമുക്ക് നമ്മുടെ ഫോണിൽ നിന്നും ഈ ദൃശ്യങ്ങൾ ഈ ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡിവൈസ് ആദ്യം TV-യുമായി ബന്ധിപ്പിച്ച് ഈ ഡിവൈസ് ഓൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ സ്മാർട്ട് വ്യൂ അല്ലെങ്കിൽ വയർലെസ് ഡിസ്പ്ലേ, വൈഫൈ ഡയറക്റ്റ് അല്ലെങ്കിൽ വയർലെസ് ഡിസ്പ്ലേ, MiraCast, AnyCast എന്ന തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോണിൽ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡിവൈസിൻ്റെ പേര് അവിടെ എഴുതി കാണിക്കും. ആ സമയത്ത് നമുക്ക് വൈഫൈ മുഖാന്തരമാണ് അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ ഫോണിൽ വൈഫൈ ഓൺ ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്മാർട്ട് വ്യൂ എന്ന ഓപ്ഷൻ അല്ലെങ്കിൽ വയർലെസ് ഡിസ്പ്ലേ എന്ന ഓപ്ഷൻ അല്ല കാസ്റ്റ് സ്ക്രീൻ എന്ന ഓപ്ഷൻ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഫോണിൻ്റെ ഓപ്ഷൻസിലുണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ AnyCast എന്ന ഡിവൈസിൻ്റെ പേര് കാണിക്കും. അത് ടാബ് ടു പെയർ എന്ന് ക്ലിക്ക് ചെയ്യാൻ കാണിക്കുക. അവിടെ ടാബ് ചെയ്യുക, എന്നപ്പോൾ എന്ത് ചെയ്യുക, പെയർ ആകും. അങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുക. അതിന് ശേഷം URL ഉണ്ട്. ആ URL വഴി നിങ്ങൾ ക്രോമിൽ ആ URL കയറുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഓപ്ഷൻ നിങ്ങളുടെ ക്രോമിൽ കാണിക്കും. ക്രോമിൽ കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ URL IP അഡ്രസ്സാണ്. അത് AnyCastൻ്റെ IP അഡ്രസ്സാണ്. ആ IP അഡ്രസ്സ് മുഖാന്തരം നിങ്ങൾക്ക് ഇതിൻ്റെ സബ് ഓപ്ഷനിലോട്ട് കയറാം. നമ്മുടെ ഫോണിലെ സബ് ഓപ്ഷനിലോട്ട് കയറാൻ സാധിക്കും. അതുവഴി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ MiraCast അല്ലെങ്കിൽ AnyCast എന്നുള്ള ഓപ്ഷന് നിങ്ങളുടെ ക്രോമിൽ കൊണ്ടുവരിക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. അതിന് മുമ്പുള്ള വീഡിയോ കണ്ടാലാണ് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ നോർമൽ പഴയൊരു CRT മോണിറ്ററിൽ TV-യിൽ ഞാൻ കണക്ട് ചെയ്തു. അതിൻ്റെ AV എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. AV കോഡ് എടുത്തിട്ട് TV-യുടെ ഔട്ട് വരുന്ന ആ AV എന്ത് ചെയ്തു, ഇതിൻ്റെ ഇനിയിലേക്ക് കൊടുത്തപ്പോൾ എൻ്റെ ഫോണും ഇതുമായിട്ട് പെയറാകുകയാണ്. ഞാൻ ഫോണിൽ എൻ്റെ പുതിയൊരു ഫോണായതുകൊണ്ട് ഇതിനകത്ത് സ്മാർട്ട് വ്യൂ എന്നൊരു ഓപ്ഷനാണുള്ളത് എൻ്റെ ഫോണിൽ. നിങ്ങളുടെ ഫോണ് വ്യത്യാസം ഉണ്ടാവും, പേര് വ്യത്യാസം ഉണ്ടാവും. എന്ത് ഡിസ്പ്ലേ ആണ് എന്നുള്ളത് പേര് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കി എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ഓപ്പോയൊക്കെ ആണെങ്കിൽ വയർലെസ് ഡിസ്പ്ലേ എന്നായിരിക്കാം. ഇപ്പോൾ ഇത് സാംസങ് ആയതുകൊണ്ട് സ്മാർട്ട് വ്യൂ എന്നുള്ള ഓപ്ഷനാണ്, നോക്കി കാണാൻ സാധിക്കും. അപ്പോൾ അത് ആ ഒരു ഓപ്ഷൻ ഞാൻ ഇതിന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ SP എന്ന് പറഞ്ഞൊരു പേരിലൊരു വൈഫൈ ഒരു ഡിവൈസ് ഓണായി കിടക്കുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ പേര്, അതായത് AnyCast എന്ന ഡിവൈസിൻ്റെ പേരാണ് SP എന്നുള്ളൊരു കോഡ് മോഡൽ നെയിം ഉണ്ട്. അത് ആ കാറ്റലോഗിലുള്ള പേര് തന്നെയാണ്. അപ്പോൾ അത് നോക്കി ഞാൻ കണക്ട് ചെയ്തു. കുറച്ച് വെയിറ്റിംഗ് കാണുന്നുണ്ട്. അതിനുശേഷം നമ്മൾ TV-യിൽ നോക്കുകയാണെങ്കിൽ TV-യിൽ IP അതെൻറ്റിക്കേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീൻ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി TV-യിലേക്ക് വരും. ഓക്കെ, സെറ്റായിട്ടുണ്ട്.
സെറ്റായി. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ എന്തായി ടി വിയിലേക്ക് വന്നു. പഴയ ടി വിയാണ്. അപ്പോൾ പഴയ ആ CRT ടി വി എന്തായി ഇപ്പോൾ ഒരു സ്മാർട്ട് ടി വി ആയി, ഒരു ആൻഡ്രോയിഡ് ടി വി ആയി. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ച് പരിചയപ്പെടുത്തി തന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൊബൈൽ സ്ക്രീനിൻ്റെ റൊട്ടേഷൻ ഉണ്ട്. സ്ക്രീൻ റൊട്ടേഷൻ ഒന്ന് ചെയ്തിട്ട് ഈ ഫോൺ ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടി വിയുടെ സൈസിലേക്ക് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറുകയാണ് ചെയ്യുന്നത്. നോക്കുക, ഞാൻ എന്ത് ചെയ്തു, സ്ക്രീനിൻ്റെ റൊട്ടേഷൻ എന്ന ഓപ്ഷന് ഓൺ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഫോൺ ഒന്ന് ചെരിച്ചു പിടിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോണിന് റൊട്ടേഷൻ വന്നു, ടി വിയിലും റൊട്ടേഷൻ വന്നു. അപ്പോൾ എന്തായി, ഫിറ്റ് ടു സ്ക്രീൻ എന്ന രീതിയിലേക്ക് ടി വിയിലേക്ക് മാറി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ ഫോണിലെടുക്കുന്ന വീഡിയോസോ അല്ലെങ്കിൽ യൂട്യൂബോ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഫോണിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് ടി വിയിൽ നമുക്ക് കാണാനും കേൾക്കാനും ആസ്വദിക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഗെയിം കളിക്കുകയാണെങ്കിൽ ഫോണിലെ ഗെയിം ടി വിയിൽ കാണാനും കേൾക്കാനും ആസ്വദിക്കാനും സാധിക്കും. അപ്പോൾ ഓരോ ഓപ്ഷൻസും നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ സാധിക്കും, ടി വിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും വൈകിട്ട് 7 മണിക്ക് തത്സമയം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്.